ഒരിക്കൽ ഒരു ശിവക്ഷേത്രത്തിലെ പൂജാരി രാത്രി പൂജ കഴിഞ്ഞ് ശ്രീകോവിൽ അടച്ച് വീട്ടിലേക്ക് പോയി. പിറ്റേ ദിവസം പുലർച്ചെ പൂജാരി പതിവ് പോലെ ക്ഷേത്രത്തിലെത്തി. അദ്ദേഹം യാതൊരു ശബ്ദവും ഉണ്ടാക്കാതെ വാതിൽ തുറന്ന് ശ്രീകോവിലിനകത്തേക്ക് പ്രവേശിച്ചു. അവിടെ ശിവലിംഗത്തിന്റെ അരികിലിരിക്കുന്ന ഒരു വലിയ സർപ്പം പൂജാരിയുടെ കാലിൽ ചുറ്റിപ്പിടിച്ചു. പെട്ടെന്നുള്ള പരിഭ്രാന്തിയിൽ പൂജാരി ഉറക്കെ ശിവനാമം ഉച്ചരിച്ചു. ഉടനെ തന്നെ ആ സർപ്പം പൂജാരിയെ വിടുകയും ചെയ്തു. ഭയന്ന് പൂജാരി പെട്ടെന്ന് തന്നെ ശ്രീകോവിലിന് പുറത്തേക്ക് ഓടി. അദ്ദേഹം അവിടെ നിന്ന് സർപ്പത്തെ കണ്ടു തൊഴുതു. ഉടനെ തന്നെ സർപ്പം ശിവലിംഗത്തിന്റെ പിറകിലേക്ക് ഇഴഞ്ഞുപോയി. പൂജാരി ധൈര്യം സംഭരിച്ച് ശ്രീകോവിലിനകത്ത് ചെന്ന് നോക്കി. എന്നാൽ ആ സർപ്പം അവിടെ ഉണ്ടായിരുന്നില്ല. അപ്പോഴാണ് പൂജാരി മനസ്സിലാക്കിയത് സർപ്പത്തിന്റെ രൂപത്തിൽ സാക്ഷാൽ ശിവഭഗവാൻ തന്നെയായിരുന്നു എന്ന്. അതുകൊണ്ട് ചില ശിവക്ഷേത്രങ്ങളിൽ കതക് തുറക്കുമ്പോൾ ശംഖൂതിയും മദ്ദളം മുഴക്കിയും മന്ത്രങ്ങൾ ചൊല്ലിയും 3 പ്രാവശ്യം കതകിൽ മുട്ടിയും തുറക്കുന്നത്. കാരണം ശിവഭഗവാൻ ക്ഷേത്രത്തിനുള്ളിൽ ഏത് രൂപത്തിൽ വേണമെങ്കിലും ഉണ്ടാകാം. ശിവഭഗവാൻ സർവ്വവ്യാപിയും എല്ലാ രൂപങ്ങളിലും നിലകൊള്ളുന്നവനുമാണ്.